ഇത് പറയാനാണ്, ഈ വലിയ തത്വം പഠിപ്പിക്കാനാണ് ശ്രീമദ് ഭാഗവതത്തിൽ വാമനൻ മഹാബലിയുടെ മുന്നിൽ വരുന്നത്. എന്താ വാസ്തവത്തിൽ അവിടെ കഥ? മഹാബലി വളരെ കേമനായിട്ടുള്ള രാജാവാണ്, പ്രജാതത്പരനാണ്. പ്രജകളുടെ ഇംഗിതങ്ങൾക്ക് അനുസരിച്ച് അവരുടെ ക്ഷേമത്തിനു വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതിൽ വ്യാപൃതനാണ്, തർക്കമില്ല. പക്ഷേ മൂപ്പര് ഈ പരീക്ഷ മുഴുവൻ പാസ്സായോ? അതായത് ഒരു മനുഷ്യനിൽ അപൂർണതയുടെ ഒരു അംശം നിലനിൽക്കുന്നുവെങ്കിൽ അത് ചൂണ്ടിക്കാണിച്ചു തരിക എന്നത് ധർമ്മശാസ്ത്രത്തിൻ്റെ ഉദ്ദേശമാണ്. അത് മനസ്സിലാക്കണം. അല്ലാതെ നമ്മൾ ഈ മഹാബലിക്ക് അസോസിയേഷൻ ഉണ്ടാക്കിയതുകൊണ്ട് കാര്യമില്ല. ഒന്ന് പറയട്ടെ, കേരളത്തിൽ നമ്മൾ ആചരിക്കുന്ന തിരുവോണവുമായി ശ്രീമദ് ഭാഗവതം പറയുന്ന മഹാബലിയുടെ കഥയ്ക്ക് വലിയ ബന്ധമൊന്നുമില്ല. നമ്മളത് ഉണ്ടാക്കിയെടുത്തതാ. അങ്ങനെ ഒരു കഥയായിരുന്നു എങ്കിൽ, ശ്രീമദ് ഭാഗവതം ഉദ്ദേശിക്കുന്ന കഥയായിരുന്നു എങ്കിൽ, അത് ഇന്ത്യ രാജ്യം മുഴുവൻ ആ പേരിൽ അത് ആഘോഷിക്കപ്പെടണം. ശ്രീകൃഷ്ണ ജയന്തി പോലെ, രാമനവമി പോലെ, ശിവരാത്രി പോലെ, ദുർഗാഷ്ടമി പോലെയൊക്കെ ഇന്ത്യ രാജ്യം മുഴുവൻ ഈ മതത്തെ, ഈ ധർമ്മത്തെ ആരൊക്കെ ആചരിക്കുന്നു, അനുസരിക്കുന്നു, അവരെല്ലാം ആഘോഷിക്കണം. ഇത് കേരളത്തിൻ്റെ മാത്രമാണ്. അത് കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ്റെ ഒരു ഓണം കവിതയുണ്ട്. അതിൽ തിരുവോണത്തിൻ്റെ മാഹാത്മ്യം പറയുന്നുണ്ട്. ഇതിന് സമാനമായ മറ്റൊരു ചരിത്രമുണ്ട്. അത് മാവേലിയുടെ ഒരു ചരിത്രം. അത് വേറെ. അപ്പം ഇതെന്താണ് കഥ? ഇനി ഈ കഥയാണ് നിങ്ങൾ ഇതിലൂടെ മനസ്സിലാക്കാൻ, തിരുവോണമായിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നതെങ്കിലോ നല്ലതുമാണ്, കുഴപ്പമൊന്നുമില്ല. അപ്പം ആര് വലിയവൻ ആര് ചെറിയവൻ എന്നുള്ള ചോദ്യമൊന്നുമില്ല. രണ്ടുപേരും, മഹാബലിയാണെങ്കിലും വാമനനാണെങ്കിലും രണ്ടുപേരും വലിയവരാണ്. അല്ല, ഇതൊരു അടിച്ചമർത്തലിൻ്റെ, ചവിട്ടിത്താഴ്ത്തലിൻ്റെ ആണല്ലോ. ആരെ ചവിട്ടിയത്? ഈ കാര്യം അറിയാതെ നമ്മളിങ്ങനെ ഓരോന്നൊക്കെ പറയും. ചിലർക്ക് ചിലരെ ചവിട്ടാനൊരവസരം, ചിലർ അങ്ങനെയല്ല, ഞങ്ങൾ വാമന ഫാൻസ് അസോസിയേഷനാണ് എന്ന് പറഞ്ഞ് വേറെ വാമന ഫാൻസ് അസോസിയേഷൻ മഹാബലിയെ തെറി പറയുക, മഹാബലിയ ഫാൻസ് അസോസിയേഷൻ വാമനന് തെറി പറയുക. ഇതൊക്കെയാണ് ഈ അടുത്ത കാലത്ത് ഓണാഘോഷമായിട്ട് ബന്ധപ്പെട്ട് കേരളത്തിൽ കേൾക്കുന്നത്. ഈ രണ്ട് കൂട്ടരും ഈ പറഞ്ഞ പോലെ ആരോ ആനയെ കണ്ട പോലെയാണ്. കഥ എന്താണ്? കഥ ഈ പറഞ്ഞ പോലെ 3 ലോകത്തിൻ്റെ അധിപനായി, ത്രിലോകാധിപനായി മഹാബലി വാണരുളുന്ന കാലം. അങ്ങനെ ബലി, മഹാബലി ആയിട്ടില്ല മൂപ്പര്, ബലിയാണ്. ബലി ചക്രവർത്തിയാണ്, രാജാവല്ല, ചക്രവർത്തി. മൂപ്പരുടെ അധീനതയിൽ വരാത്ത ആരുമില്ല. സ്വർഗവും നരകവും എല്ലാം മൂപ്പരുടെ അണ്ടറിലാണ്. ദേവന്മാരൊക്കെ കീഴ്പ്പെട്ട് നിൽക്കുന്ന കാലം. അപ്പോഴാണ് മൂപ്പരൊരു യാഗം ചെയ്യുന്നത്. എന്താ യാഗം? ഇതാണ്, വിശ്വജിത്താണ്. വിശ്വത്തെ ജയിക്കാനുള്ളതാണ്. അപ്പോൾ അതൊരു എക്സാമാണ്. എക്സാമിൽ ടഫ് ക്വസ്റ്റ്യൻ ഉണ്ടാവും. കുട്ടിയെ പരീക്ഷയിൽ പാസ്സാക്കുക എന്നുള്ളതല്ല എക്സാം നടത്തുന്ന ആളുടെ ഉദ്ദേശം. അവനെ നന്നായി പരീക്ഷിക്കൽ തന്നെയാണ്. ഇപ്പോൾ CA ഒക്കെ അങ്ങോട്ട് പാസ്സായി വരാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗുണനപ്പട്ടിക മാത്രം പഠിച്ചാൽ CA കാരനാവുമോ, CA കാരിയാവുമോ? ഇല്ല. തോറ്റ് ഒരു പരുവത്തിലാവും. ചിലപ്പോൾ ആദ്യം തന്നെ രക്ഷപ്പെടുന്നവരൊക്കെ, രക്ഷപ്പെടില്ല അവരുടെ കഴിവ് കൊണ്ട്, ജയിച്ച് രക്ഷപ്പെടുന്നവരുണ്ടാവും. അത് വേറെ.
അത് ആ പരീക്ഷയിൽ തോൽക്കുക എന്നുള്ളത് തന്നെ ഒരു രസമാണ്. വീണ്ടും എഴുതുക, അത്ര ടഫാണ്. ഇവിടെ CA അല്ല വിഷയം എന്നുള്ളത് കൊണ്ട് എന്തായാലും ഇങ്ങനെ ഒരു പരീക്ഷയാണ്. പരീക്ഷയിൽ മൂപ്പര് ഇതേപോലെ മൂപ്പരുടെ ടീച്ചറുണ്ട്, ട്യൂഷൻ ടീച്ചറൊക്കെ ഉണ്ട്, വിന്ധ്യാവലി, വേറെ കുറച്ച് ആചാര്യന്മാരൊക്കെ ഉണ്ട്. യാഗം ചെയ്യുമ്പോഴാണ് എക്സാമിനർ വേഷപ്രച്ഛന്നനായിട്ട് എക്സാം ഹാളിനകത്തേക്ക് പ്രവേശിക്കുന്നത്. അപ്പോൾ ഈ യാഗത്തിന് ദീക്ഷ വരിച്ചിരിക്കുകയാണ് ബലി. ഈ വരുന്ന ആളെ കണ്ടപ്പോൾ, ചെറിയ പയ്യനാണ്, കണ്ടപ്പോൾ തന്നെ അങ്ങനത്തെ തേജസ്സോടുകൂടിയ ബാലൻ എന്നാണ് പറയുന്നത്. ചെറിയൊരു പയ്യൻ, പാവം, എന്തിനോ വരികയാണ്. എന്തായാലും വരട്ടെ എന്നുള്ള മട്ടിൽ മൂപ്പരും ഇരുന്നു. വന്നു, നമസ്കാരമൊക്കെ പറഞ്ഞു, സ്വീകരിച്ചു. ബലിയുടെ ചരിത്രം പറഞ്ഞു. കേമനാണ് അങ്ങയുടെ ആൾക്കാരും അങ്ങ് ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ നല്ല പ്രശംസ നടത്തി. ഈ പ്രശംസയൊക്കെ കേട്ടപ്പോൾ മൂപ്പർക്ക് നല്ല ബോധ്യം വന്നു, സന്തോഷമായി. പറയൂ, വരവിൻ്റെ ഉദ്ദേശം എന്താണ് ഞാൻ തരേണ്ടത് എന്നായി. ഇല്ല, അങ്ങനെയൊന്നുമില്ല, ഞാനൊരു ബ്രഹ്മചാരിയാണ്, അപ്പം എനിക്ക് ഒരു ഓരത്ത് എവിടെയെങ്കിലും ഒന്ന് ഇരിക്കാൻ ഒരു 3 സ്ക്വയർ ഫീറ്റ്, അധികമൊന്നും വേണ്ട. എന്നെ ഇന്ന ഭവന പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ട് എനിക്കൊരു ചെറിയ വീട്, 3 സെൻറ്റിൻ്റെ ഒരു വീടായാലും മതി, ഒരു അടച്ചുറപ്പുള്ള ഒരു സ്ഥലം, അത്രേ വേണ്ടു. അത് ലൈഫിൽ ഉൾപ്പെടുത്തിയാലും വേണ്ടില്ല, EMS ഭവന പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാലും വേണ്ടില്ല, ലക്ഷം വീട് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാലും വേണ്ടില്ല, ഇനി അതല്ല ഏതെങ്കിലും ഒരു യോജനയിൽ ഉൾപ്പെടുത്തിയാൽ ഏതിലായാലും വേണ്ടില്ല, എനിക്കൊരു 3 സെൻറ്റ് എന്ന് ആളുകൾ കഷ്ടപ്പാട് കൊണ്ട് ദുരിതം അനുഭവിക്കുന്നവർ മന്ത്രിമാരുടെ മുന്നിൽ അപേക്ഷ വയ്ക്കുന്നത് പോലെ വാമനനൊരു അപേക്ഷ വെച്ചു. ഒരു 3 സെൻറ്റ്, 3 സെൻറ്റല്ല, 3 സ്ക്വയർ ഫീറ്റ്, അതാണ് 3 അടി അളന്നെടുക്കുന്നത്. അപ്പം ഇങ്ങനെയൊരു ചക്രവർത്തിയുടെ മുന്നിൽ അവസരം കിട്ടിയിട്ട് 3 സ്ക്വയർ ഫീറ്റൊക്കെ മേടിക്കുന്ന ഒരുത്തൻ ഇത് ഈ വരവും ഇത് ചോദിക്കലും ഒക്കെ കണ്ടപ്പോഴേ ഗുരുവിന് സംഭവം പിടികിട്ടി. ഇതിലെന്തോ ഒരു ഉടായിപ്പുണ്ടല്ലോ എന്ന്. എന്തായാലും ബലിയല്ലേ തീരുമാനിക്കേണ്ടത്. ബലി പറഞ്ഞു, ഇതെന്തൊരു യാചനയാണ്, ചോദിക്കലാണ്. ഞാൻ ഇതിൻ്റെ മൊത്തം ചക്രവർത്തിയാണ്, അതുകൊണ്ട് 3 സാമ്രാജ്യങ്ങൾ ചോദിക്കൂ, അളവില്ലാത്ത ഭൂമി ചോദിക്കൂ, അതെല്ലാം തരാൻ ഞാൻ പര്യാപ്തനാണ്, ഞാൻ ഇതിൻ്റെ ഉടമയാണ്. അവിടെയാണ് ബലിയുടെ പ്രശ്നം. എന്താ ബലിയുടെ പ്രശ്നം? ഞാൻ ഇതിൻ്റെ ഓണറാണ്. ആണോ? അല്ല, ഈ ഓണറാണ് വന്നത്, മൂപ്പര് പോലും ഓണർഷിപ്പ് എടുക്കാത്തതാണ്. ശരിയായ ഉടമ വന്നിരിക്കുകയാണ്. ശരിയായ ഉടമ വന്നിരിക്കുക. ലുലു മാളിൽ നിങ്ങൾ പോയി, അപ്പോൾ അവിടുത്തെ മാനേജർ പറയാണ്, നിങ്ങൾ പോയത് നിങ്ങൾ യൂസഫ് അലി വേഷം മാറിപ്പോയതാ ലുലു മാളിൽ. കാരണം ചിലതൊന്നും പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവില്ല, അതുകൊണ്ട് പറയാം. അങ്ങനെ വേഷം മാറി ഇങ്ങോട്ട് പോയപ്പോൾ അവിടുത്തെ ആൾ പറയുക, മാനേജറാണ്, ജനറൽ മാനേജറാണ്, എന്താ വേണ്ടത് എടുത്തോളൂ, എൻ്റെതാണിത്. അല്ല, എനിക്ക് ഒരു കുപ്പി വെള്ളം മതി കുടിക്കാൻ. എന്തെന്ന്
എത്ര വേണമെങ്കിലും എടുത്തോളൂ എന്ന് പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? ഞാനല്ലേ പറയണത്. ഒരു മൊത്തം ഇതിൻ്റെ ആള് അപ്പം ഈ ഭുവനത്തിൻ്റെ മുഴുവൻ ഉടമയാണ്. മൂപ്പര് വന്നപ്പോൾ അങ്ങനെ പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? അങ്ങനെയാണോ ബലി പറയേണ്ടത്? ഒന്നാമത് ബലി എക്സാമിലെ ക്വസ്റ്റ്യൻ ആണെന്ന് മനസ്സിലാക്കിയില്ല. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഈ ചില ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ അത് നന്നായി മനസ്സിലാക്കണമല്ലോ. പെട്ടെന്ന് ചാടിക്കേറി ഉത്തരം എഴുതരുത്. അത് ചില കുത്ത് കോമ മാറിപ്പോയാൽ പോയി, കഥ കഴിഞ്ഞു എല്ലാം. അപ്പം ഇദ്ദേഹത്തിന് വേണമെങ്കിൽ വാമനെ പരാജയപ്പെടുത്താം ബലിക്ക്, അങ്ങനെ എക്സാം ജയിക്കാം. എങ്ങനെയാണെങ്കിൽ അയ്യോ അങ്ങ് 3 അടി എന്നോട് ചോദിക്കുമ്പോൾ എനിക്ക് അത് അങ്ങേക്ക് തരാൻ സാധ്യമല്ല, കാരണം ഞാൻ ഇതിൻ്റെ ഉടമയല്ല. അങ്ങയിലേക്ക് ഉടമസ്ഥത, ഇതാണ് ഈ ദാനത്തിൻ്റെ രഹസ്യം. അതാണ് ഈ ദാനം എന്ന് പറഞ്ഞാൽ എന്താ? സ്വത്വനിവൃത്തി പരസ്വത്വാപാദനം ദാനം. സ്വന്തം ഉടമസ്ഥതയെ കൈയൊഴിയണം, എന്നിട്ട് മറ്റൊരാളിലേക്ക് ഏൽപ്പിക്കുന്നതിനെയാണ് ദാനം എന്ന് പറയുക. പക്ഷെ ആ ക്വസ്റ്റ്യൻ അതായിരുന്നു. ക്വസ്റ്റ്യൻ പ്രാക്ടിക്കലായിട്ടാണ് വന്നത്, പേപ്പറിലല്ല വന്നത്. ക്വസ്റ്റ്യൻ അങ്ങനെയാണ് വരിക. ഇതിൽ നമ്മുടെ മുന്നിലും ഇങ്ങനെ ക്വസ്റ്റ്യൻ വരുവേ. അപ്പോൾ സ്വന്തം ഉടമസ്ഥതയെ, സ്വസ്വത്വ നിവൃത്തി, അതിനെ നിവർത്തിക്കണം. എന്നിട്ടോ പരസ്വത്വ ആപാദനം, മറ്റവനിലേക്ക് ഏൽപ്പിക്കണം. അപ്പോൾ വന്നവനോട് പറയാം, എന്ത് പറയാം? മോനെ, ഇത് നിൻ്റെതാണ് ഈ ഭൂമി, എനിക്ക് എന്ത് അവകാശമുണ്ടോ അതേ അവകാശം നിനക്കുമുണ്ട്. നിനക്ക് എവിടെ വേണമെങ്കിലും 3 അടിയോ 300 അടിയോ എത്ര വേണമെങ്കിലും. പക്ഷെ ഞാൻ എഴുതി തരാനോ ഞാനത് പറയാനോ ആളല്ല. ഞാൻ ചക്രവർത്തിയാണെന്നൊക്കെ നാട്ടുകാരൊക്കെ പറയുന്നുണ്ട്, അതൊക്കെ വേറെ കാര്യം. അതുകൊണ്ട് അങ്ങനെ പറഞ്ഞാൽ എന്തായി? അപ്പം എക്സാം പാസ്സായി. ഇത് മൂപ്പര് വീണ്ടും വീണ്ടും വലിയ വലിയ വീരവാദങ്ങൾ പറയാൻ തുടങ്ങി. അങ്ങനെയായപ്പോഴാണ് പരീക്ഷ കടുപ്പിച്ചത്. പരീക്ഷ വീണ്ടും 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 കടുപ്പിച്ചിട്ടുണ്ട്. ആ കടുപ്പിച്ച് പിന്നെ മൂപ്പർക്ക് പിടികിട്ടി ഇത് എക്സാമാണ് എന്നുള്ളത്. അപ്പം പിന്നെ അതിൽ പരീക്ഷയിൽ ജയിക്കുക എന്നത് തന്നെയാണ്. അങ്ങനെ ബലി അതിൽ ജയിക്കുകയാണ്. അങ്ങനെയാണ് ബലി മഹാബലിയാകുന്നതും വാമനനാൽ അനുഗ്രഹിക്കപ്പെടുന്നതും. വാമനൻ ഒരൊറ്റ അടി കൊണ്ട് തന്നെ സർവവും അളന്നു. നമ്മളുടെ അങ്ങനെയാണേ, ഒരടി കൊണ്ടൊക്കെ അളക്കും, എല്ലാം അളക്കും. ചിലപ്പോൾ ചില രോഗങ്ങളൊക്കെ വരട്ടെ. സ്വാമി അങ്ങനെയൊന്നും പറയാതെ, നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ട് വരണമെന്നില്ലല്ലോ. നമ്മുടെ സമ്പാദ്യം മുഴുവൻ അത് ഹനിക്കും. അപ്പോഴാണ് പണ്ട് ടീച്ചർ ഇംഗ്ലീഷ് കോപ്പി എഴുതാൻ പഠിപ്പിച്ചത് ഓർമ്മ വരിക. ഹെൽത്ത് ഈസ് വെൽത്ത് എന്ന്. നമ്മുടെ മുഴുവൻ വെൽത്ത് കൊണ്ടുപോകും ഹെൽത്ത്. ആശുപത്രി ബില്ല് കിടപ്പാടം വിറ്റിട്ട് വേണ്ടി വരും കൊടുക്കാൻ, മരുന്ന് മേടിക്കാനൊക്കെ. പിന്നെ യാചിക്കുക തന്നെ. അപ്പം ഈ അളന്നെടുക്കാൻ മൂപ്പരുടെ ഈ മെഷർമെൻറ്റ്, അളവുകോല് പല വിധത്തിലാണ് വരിക. അതുകൊണ്ടാണ് ശങ്കര ഭഗവത്പാദർ പറയുന്നത്, മാ കുരു ധനജന യൗവന ഗർവം ഹരതി നിമേഷാത് കാല സർവം. മോനെ, ഒരു കാലത്തിൻ്റെ മുന്നിൽ ഒരു നിമിഷം മതി ഇതൊക്കെ ഹരിച്ചു കളയാൻ. മാ ഗുരു, വേണ്ട, അരുത്. യൗവനം, ധനം, മാ കുരു ധന ജന യൗവന ഗർവം. കുറച്ച് ആളുകൾ പിറകിൽ റാമൂളാനുണ്ട്, വേണ്ട എന്ന് പറയാം. ഹരതി നിമേഷാത് കാല സർവം മായാമയമിതം അഖിലം ബുദ്ധ്വ.
ബ്രഹ്മപദം ത്വം പ്രവിശ വിദിത്വ. ഇതിൻ്റെ യാഥാർത്ഥ്യം, സത്യത്തെ അന്വേഷിക്കാൻ നോക്ക്. അപ്പം ബലിക്ക് എന്തു പറ്റി? ഇതാണ് ബലിക്ക് പറ്റിയത്. അല്ലാതെ നമ്മളെന്താ പറയാന്നറിയോ? ബലിയുടെ അടുത്ത് നിന്ന് ഭരണം പിടിച്ചെടുക്കാൻ വേണ്ടി ഇയാളെ ചവിട്ടി താഴ്ത്തി. എന്താ നമ്മളതിന്ന് മനസ്സിലാക്കുക? സുതലം എന്ന് പറയുന്നിടത്തേക്കാണ്, പാതാളം എന്നല്ല കഥ പറയുന്നത്. സുതലം സുഷ്ടും തലമിതി. അവിടെ ഞാൻ അങ്ങയുടെ സെക്യൂരിറ്റി ആവാന്ന് പറയും. അങ്ങയുടെ ദാസനാണ് ഞാൻ. ഭഗവാനെ തന്നെ ബലി, അങ്ങനെയാണ് ബലി കേവലം ബലിയായ ബലി മഹാബലിയാവുന്നത്. അത് നമ്മളെ ഇതേപോലെ, അപ്പോൾ ഈ ബലിയാവുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടാണെന്നാണ് ഭഗവാൻ പറയുന്നത്. അയോഗതഃ ആപ്തും ദുഃഖം. യോഗ പ്രയാസമാണ്, ആപ്തും ദുഃഖം. അപ്പം ഈ പരീക്ഷ പാസ്സാവണം. ബലിയുടെ കഥയൊക്കെ വിടും, പോട്ടെ. ഈ പരീക്ഷ നമുക്ക് പാസ്സാവാൻ പറ്റുമോ എന്നുള്ളത്, പാസ്സായിട്ടുണ്ടോ? പരീക്ഷ ഇഷ്ടംമാതിരി നടന്നിട്ടുണ്ട് ജീവിതത്തിൽ. ഈ പരീക്ഷ നടക്കാത്തവരൊന്നും ഉണ്ടാവില്ല. നിങ്ങളോട് നിങ്ങളുടെ വീട്ടിൽ വർഷങ്ങളായി ജോലി ചെയ്യുന്ന ജോലിക്കാരി, കൊച്ചമ്മേ എന്നൊക്കെ പറഞ്ഞ് നിങ്ങളെ കൂടെ നിൽക്കുന്ന പാവം, ഇപ്പോഴങ്ങനെയൊക്കെ കുറവാണ്, എന്നാലും അവർക്ക് ഒരു സാരി ഉണ്ടോ എനിക്ക് പഴയത് കൊച്ചമ്മയുടെ ഉടുക്കാത്തത് തരാൻ എന്ന് ചോദിച്ചു. കെട്ടുകണക്കിനുണ്ട് എന്ന് ഇവർക്കറിയാം. ഇവരൊക്കെ തന്നെയാണ് മടക്കി വെക്കാറൊക്കെ ഉള്ളത്. അപ്പം ഈ ചോദിച്ചപ്പോൾ തന്നെ തോന്നിയിട്ടുണ്ട്, ആ ഇവളെ എൻ്റെ സാരിയിൽ കണ്ണു വെച്ചിട്ടുണ്ട് എന്ന്. ആ നിനക്ക് ഞാൻ തരാം, പോകുമ്പം തരാം എന്ന് പറഞ്ഞു. അങ്ങനെ പതിവ് പോലെ ജോലിയൊക്കെ കഴിഞ്ഞ് ഇതിനത് നല്ല ഓർമ്മയുണ്ട്, ഏതാണാവോ തരിക എന്നൊക്കെ ഉള്ളത്. പോവാൻ നേരത്ത് പതിവ് പോലെ അത് പോവാൻ, ശരി ഞാൻ പോട്ടെ എന്ന് പറഞ്ഞു. ആ ശരി എന്ന് പറഞ്ഞു. ഞാൻ പോട്ടെ കൊച്ചമ്മേന്ന് ഒന്നുകൂടെ ചോദിച്ചു. എന്താ? അല്ല എന്നോട് ഇങ്ങനെ പറഞ്ഞിരുന്നു, കൊച്ചമ്മ മറന്നുപോയി തോന്നുന്നുണ്ട്. ആ എന്ത്? ആ ഒരു മിനിറ്റ് നോക്കട്ടെ, ഞാൻ വരാം, നിൽക്കാം അവിടെ എന്ന് പറഞ്ഞു. എന്നിട്ട് അതിനവിടെ നിർത്തി സാരി തിരയുക അലമാറയിൽ. ഓരോന്നിങ്ങനെ എടുത്ത് പുറത്തേക്ക് വെക്കുമ്പോൾ ഇത് കൊടുക്കണ്ട, ഇത് നല്ലതാണ്. ഒരു സാരി അതൊന്ന് എടുത്തു കൊടുക്കാൻ എന്താണ്? സന്യാസ ദുഃഖം. ഇതാണ് സന്യാസത്തിൻ്റെ ദുഃഖം. കൊടുക്കാൻ മടിയാണ്. ഇത് മഴയത്ത് കൊടുക്കാം, ഇതാ അയ്യോ ഇത് ഞാൻ ആകെ 2 ഉടുക്കലേ എടുത്തിട്ടുള്ളൂ. ഏത് എടുത്താലും 100 കൊല്ലം പഴക്കമുള്ളതാണെങ്കിലും അമ്മ തന്നതാണ്, എന്നാലും ഇത് അമ്മ തന്നതാണ്, ഇത് അമ്മായി തന്നതാണ്. എന്നിട്ട് പിന്നെ അതിനൊരു 50 രൂപ കൊടുത്തിട്ട് പറയാം, ഞാൻ പത്രത്തിൽ കണ്ടു രാമചന്ദ്രൻസിൽ നല്ല സാരി കിട്ടും, നീ പോയി മേടിച്ചോ അവിടുത്തെ. അങ്ങനെയുണ്ട്. എന്നിട്ട് ഈ 50 അടുത്ത ശമ്പളത്തിൽ കിഴിക്കുകയും ചെയ്യും. കൊടുക്കുക ദുഃഖമാണ്, ത്യജിക്കൽ. ത്യജിച്ചു നോക്കൂ, അപ്പം അറിയാം. എല്ലാവരും അങ്ങനെയാണ് നല്ലേ? ഇത് കേൾക്കുന്ന എല്ലാവരും അങ്ങനെയാണ് നല്ല? ചിലർ കൊടുക്കൽ കൂടുതലാണ്. ഈ കൊടുക്കലിൻ്റെ മഹത്വം പഠിപ്പിച്ചതിനെക്കുറിച്ച് വിനോബാജി അമ്മയിൽ നിന്ന് പഠിച്ചതിനെക്കുറിച്ച് പറയാറുണ്ട്. ഇതേപോലെ സാരി വന്ന് ചോദിച്ചപ്പോൾ വിനോബാജിയോടാണ് പറഞ്ഞത്, മോനെ അമ്മയുടെ ആ മഞ്ഞ സാരി എടുത്തു കൊടുക്കാൻ. അപ്പോൾ മൂപ്പർക്കാണെങ്കിൽ ഈ മഞ്ഞ സാരി എടുത്ത് അമ്മയെ കാണുന്നതൊക്കെ വലിയ ഇഷ്ടമാണ്, ഇഷ്ടപ്പെട്ടതുമാണത്. അപ്പോൾ അതിന് പകരം ഒരു കീറിയ വേറൊരു സാരി ഉണ്ടായിരുന്നു, അതെടുത്ത് കൊണ്ട് കൊടുത്തു.
അപ്പം അമ്മ നോക്കിയിട്ട് ചോദിച്ചു, ഞാൻ ഏതാ നിന്നോട് പറഞ്ഞത്? അപ്പോൾ വേഗം ഇതായിട്ട് വേഗം പോയി തിരിച്ചു കൊണ്ടുപോയിട്ട് ആ മഞ്ഞ, അത് നല്ല സാരിയാണ്, അത് കൊടുത്തു. പിന്നെ ഈ കുട്ടിയായിരിക്കുകയാണ്. വിനോബാജി വലുതാവുമ്പോഴേ ഇത് പറയുന്നത്. അപ്പം അമ്മ അപ്പോഴൊന്നും പറയില്ലേ. നമ്മളാണെങ്കിൽ എടാ കഴുത, നിന്നോട് ഞാൻ ഏതാണോടാ പറഞ്ഞത്? കുട്ടി നല്ലത് എടുത്തുകൊണ്ട് കൊടുക്കുമ്പോഴായിരിക്കും പറയുന്നത്. ഇത് ആ കയറിയതാണ് ഇവർ പറയുന്നത്. അപ്പം അവൻ നേരെ തിരിച്ചാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ വിനോബാജിക്കൊരു ഇതാണ് പറയുന്നത്. ഈ വൈകുന്നേരമൊക്കെ ഇങ്ങനെ മടിയിൽ തലയിൽ കിടത്തിയിട്ട് ഇങ്ങനെ തലയിൽ കൈവിരൽ ഓടിച്ചിട്ട് ഓരോന്നിങ്ങനെ പറയും. അപ്പോഴാണ് ഈ തെറ്റുതിരുത്തലിൻ്റെ സമയമാണത്. അപ്പോൾ കൈവിരൽ ഓടിക്കുമ്പോഴേ വിനോബാജിക്ക് ഒരു ശങ്ക തുടങ്ങും, ഇത് എന്ത് ചോദ്യമാണ് വരുന്നത് എന്ന്. അപ്പോൾ ചോദിക്കും, മോനോട് അമ്മ ഏത് സാരിയായിരുന്നു കൊടുക്കാൻ പറഞ്ഞത് എന്നതാണ്. അപ്പോൾ എന്താ അത് കൊടുക്കാതെ ഇതെടുത്തു കൊണ്ടുവന്ന് എന്തിനാ? അല്ല എനിക്ക് അത് അമ്മ ഇത് നല്ല സാരിയല്ലേ അതുകൊണ്ടാണ്. അപ്പോൾ പറയുന്നുണ്ട്, നമ്മൾ കൊടുക്കുമ്പം ഒരാൾക്ക് നല്ലതല്ലേ കൊടുക്കാവൂ. നമുക്കത് കിട്ടുമ്പം നമുക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത ഒന്ന് കിട്ടിയാൽ നമുക്ക് സന്തോഷമാവുമോ? അപ്പം കൊടുക്കുന്നത് എങ്ങനെ വേണം? വേദം പറയും, ശ്രദ്ധയാദേയം ഭിയാദേയം സംവിധാദേയം. ശ്രദ്ധയോടുകൂടി കൊടുക്കണം. ഭയത്തോടു കൂടിയിട്ട് ഈ കൊടുക്കുന്നതിൽ എന്തെങ്കിലും അപാകത ഉണ്ടോ? അല്ലെ ഓന്തൊക്കെയായി ജനിക്കേണ്ടി വരും, കിണറിൽ കുറേ കാലം കെടുക്കേണ്ടി വരും. പണ്ടൊരു ആള് പശുവിനെ കൊടുത്തതുപോലെയാവും. മൃഗൻ യജ്ഞം നടത്തിയ പോലെയാവും. സംവിധാതെ നല്ലോണം കൊടുക്കണം. ഈ അമ്പലത്തെ കമ്മിറ്റിയിൽ അമ്പലക്കാർ ഭണ്ഡാരം തുറന്നു നോക്കുമ്പോൾ നോട്ടുകളൊക്കെ അജാതി ദ്വാരങ്ങൾ കാണാം. പ്രസിഡന്റ് നോക്കുമ്പോൾ അപ്പുറത്ത് സെക്രട്ടറി നിൽക്കുന്നത് കാണാം, കമ്മിറ്റിക്കാരെ മുഴുവൻ കാണാം. അങ്ങനെ ഏറ്റവും മുഷിഞ്ഞതാ കൊണ്ടുപോയിട്ടിടുക. ദൈവം മാറ്റിയെടുത്തു. ദൈവത്തിന് എന്തിനാ ഇപ്പോൾ ഇതൊക്കെ എന്ന്. അപ്പം ഈ കൊടുക്കൽ കുറച്ച് ബുദ്ധിമുട്ട് തന്നെയാണ്. ഉടമസ്ഥത കൈയൊഴിയലോ എൻ്റെ അമ്മോ. ലൊട്ടിലൊടുക്ക് സാധനങ്ങൾ നമുക്ക് ഒരു ഉപയോഗവും ഇല്ലാത്തത്. ഫ്രിഡ്ജ് മേടിച്ചു, പുതിയ ഫ്രിഡ്ജ് മേടിച്ചു, അത് കൊണ്ടുവന്ന വലിയ ഒരു കാർബോർഡിൻ്റെ പെട്ടിയുണ്ട്. അത്യാവശ്യം കാണാനൊക്കെ നല്ലൊരു ഇതൊക്കെ ഉള്ള ഒരു പെട്ടിയാണ്. ഒന്നുമില്ല, കാർബോർഡാണത്. അപ്പോൾ അതും എടുത്തു വെച്ചിരിക്കുക. അതൊക്കെ അവിടുന്ന് എടുത്ത് മാറ്റി ഇത് തുടച്ച് വൃത്തിയാക്കലൊക്കെ ഭയങ്കര പണിയാണ്. അപ്പോൾ ജോലിക്കാരിക്ക് അതിലും ഒരു നോട്ടമുണ്ട് പാവം. അത് കിട്ടിയാൽ അവർക്ക് എന്താണ്, അവർ ഈ അടുക്കളയിൽ അവിടെ ഇട്ട് ഇരിക്കാനും ഒക്കെ നല്ല അവർക്ക് തോന്നി. അതിങ്ങനെ മടക്കി ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ നല്ല സുഖമാണ്, അതിൽ ഇരിക്കുകയും കിടക്കുകയും ഒക്കെ ചെയ്യാം. അവരും കണ്ണു വെച്ചിട്ടുണ്ട് പാവം. ഇത് ചോദിച്ചു, ഇത് വേണോ കൊച്ചമ്മ? അത് ഫ്രിഡ്ജ് കേട് വരുമ്പോൾ അതിലിട്ട് കൊണ്ടുപോവാം. എങ്ങനെയുണ്ട്? ഇട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് എടുത്തു വെച്ചിരിക്കുക. ഒരു ഈ പറഞ്ഞതുപോലെ ഒരു കാർബോർഡ് പെട്ടി പോലും ഒരു ഉപകാരമുള്ള ഒരാൾക്ക് കൊടുക്കാതെ വീട്ടിൽ ചണ്ടിഭണ്ഡാരങ്ങളാക്കി ഇങ്ങനെ ഡംപ് ചെയ്ത് വെക്കുന്നതിൽ ആനന്ദം കണ്ടെത്തുന്നവരുണ്ട്. അവരാണെങ്കിലും അവരൊക്കെയാണ് ഗീത പഠിക്കുന്നത്. നിങ്ങളാദ്യം കൊടുക്കുന്നതിൽ ആനന്ദം കണ്ടെത്തും. നമ്മൾ കൊടുക്കുന്നത് വേറൊരാൾ ഉപയോഗിച്ച് കാണുമ്പം സന്തോഷമല്ലേ ഉണ്ടാവുക? ഇത് നിനക്ക് നന്നായി ചേരുന്നുണ്ട്, നീ അങ്ങനെ സൂഹിക്കണ്ട എന്ന് പറഞ്ഞുകൊണ്ട് മേടിക്കുക. അപ്പം ഇത് ദുഃഖമാണ്.